നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. പാഞ്ഞെടുത്ത ദുരന്തം. തമിഴ്നാട്ടിൽ തിരുനെൽവേലിക്ക് സമീപമുണ്ടായ ബസ് അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 5ആയി. വേളാങ്കണ്ണി തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ലക്ഷറി ബസ് അപകടത്തിൽപ്പെട്ടത് തിരുനെൽവേലി വള്ളിയൂരിന് സമീപം പ്ലാക്കോട്ടപ്പാറയിൽ. ഇന്ന് പുലർച്ചെ ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചത് 10 പേർ. അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നത് 14 മലയാളികൾ ഉൾപ്പെടെ 45 പേർ. പരിക്കേറ്റ 32 പേരിൽ 2 പേരുടെ നില ഗുരുതരം. മരിച്ച മലയാളികൾ തിരുവനന്തപുരം, കൊല്ലം സ്വദേശികൾ. ഇവരിൽ 2 പേർ കുട്ടികൾ. അപകട കാരണം അമിത വേഗമെന്ന് സ്ഥിരീകരണം. മരിച്ചവരുടെ മൃതദേഹം വൈകിട്ടോടെ തിരുവനന്തപുരത്തെത്തിക്കും. ദുരന്തത്തിന് വഴിവെച്ചത് പോണ്ടിച്ചേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന യൂണിവേഴ്സൽ ട്രാവൽസിന്റെ ബസ്. ഡ്രൈവർ ഉറങ്ങിപ്പോയത് കാരണം റോഡിലെ ഡിവൈഡർ കാണാതിരുന്നത് അപകടത്തിനിടയാക്കിയിരിക്കാമെന്ന് നിഗമനം. ക്ലൈമാക്സിൽ കമ്മീഷൻ പുറത്ത്. ഡൽഹിയിലെ അധികാര തർക്കം ക്ലൈമാക്സിൽ. DDCA അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാൾ നിയോഗിച്ച അന്വേഷണ കമ്മീഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി. സംസ്ഥാന സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധവും ഭരണഘടനാ ലംഘനവുമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ നിയോഗിച്ച കമ്മീഷന് നിയമസാധുതയില്ലെന്ന് കാട്ടി ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിൽ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്നും വിശദീകരണം. അതേസമയം കേന്ദ്ര നിലപാട് ആരോപണ വിധേയനായ അരുൺ ജെയ്റ്റ്ലിയെ രക്ഷിക്കാനെന്ന് ആം ആദ്മി. ക്രിക്കറ്റ് അസോസിയേഷനിലെ ക്രമക്കേടുകളിൽ ഡൽഹി സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ജെയ്റ്റ്ലിക്കെതിരായ കീർത്തി ആസാദ് MPയുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ. അന്തിമവാദം ഫെബ്രുവരിയിൽ. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്തിമവാദം ഫെബ്രുവരി 2-ന്. കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ 2, 3 തീയതികളിൽ തുടർച്ചയായി വാദം കേൾക്കും. 2 കക്ഷികളോടും കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഫെബ്രുവരി 2-ന് മുമ്പ് ഹാജരാക്കാൻ നിർദ്ദേശം. ജയെ കുറ്റവിമുക്തിയാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് കഴിഞ്ഞ ജൂണിൽ. ജയലളിതയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച കണക്കുകൾ ഊതിപ്പെരുപ്പിച്ചതെന്ന ഹൈക്കോടതി നിലപാടിൽ പിഴവുകൾ സംഭവിച്ചതായി കർണാടക സർക്കാർ. കേസ് പരിഗണിക്കവേ ജയയുടെ അനധികൃത സമ്പാദ്യം വെളിപ്പെടുത്തുന്ന കൂടുതൽ രേഖകൾ കർണാടകം ഹാജരാക്കുമെന്നും സൂചന. ജല്ലിക്കെട്ടിന് അനുമതി. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് തുടരാമെന്ന് കേന്ദ്ര സർക്കാർ. ആഘോഷം നടത്താൻ അനുമതി നൽകിയത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. തീരുമാനം ജല്ലിക്കെട്ട് നിരോധനത്തിനെതിരെ തമിഴ്നാട്ടിലുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ. പൊങ്കൽ ഉത്സവങ്ങളുടെ ഭാഗമായി നടക്കുന്ന ജല്ലിക്കെട്ടിൽ കാളകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ പരാതിയിൽ സുപ്രീം കോടതി ആഘോഷം നിരോധിച്ചത് 2014-ൽ. ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത നരേന്ദ്രമോദിക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള കേന്ദ്ര തീരുമാനം BJPക്കും അണ്ണാ DMKയ്ക്കും അനുകൂലം. നിരോധനം റദ്ദാക്കിയതോടെ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് ആരാധകർ ആഘോഷത്തിൽ. കോഴിയിൽ ത്വരിതാന്വേഷണം. ബാർക്കോഴ കേസിൽ മന്ത്രി K ബാബുവിനെതിരെ വിജിലൻസിന്റെ ത്വരിതാന്വേഷണത്തിന് തുടക്കം. തൃശൂർ വിജിലൻസ് കോടതി നിർദ്ദേശപ്രകാരമുള്ള ക്വിക്ക് വെരിഫിക്കേഷനിൽ അന്വേഷണ ചുമതല SP നിശാന്തിനിക്ക്. കേസിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കാത്തതിൽ വിജിലൻസിന് നേരെ ഹൈക്കോടതിയുടെ രൂക്ഷ പരാമർശമുണ്ടായത് ഇന്നലെ. ഒരാഴ്ചയ്ക്കകം വിശദ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് നിർദ്ദേശം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.